ഹലോ വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്ന് വളരെ സിമ്പിളായിട്ട് അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വട്ടത്തിൽ വേണമെങ്കിൽ അരിയാം, പക്ഷെ നീളത്തിൽ അരിയുമ്പോഴാണ് അതിൻ്റെ ഒരു യോജിപ്പ് കിട്ടുക കേട്ടോ മെഴുക്ക് പുരട്ടിക്ക്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാളയാണ്. ഞാൻ ഇവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സവാള എടുക്കാം. അതായത് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ സവാള എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂണോളം കടുക്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. എൻ്റെ എരിവുള്ള ചില്ലി ഫ്ലേക്സ് ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. ഇത് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. അത് കരിയാതിരിക്കാനാണ് ഒന്ന് സോട്ട് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമ്മളെടുത്തിരിക്കുന്ന അതായത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. സവാള പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. സവാള നല്ലോണം കുക്കായതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചില്ലി ഫ്ലേക്സ് എരിവുള്ളതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ചില്ലി ഫ്ലേക്സ് എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലോണം യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ ആവിയിൽ കിടന്നിട്ട് തന്നെ ഈ കോവയ്ക്ക കുക്കായി കിട്ടും. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ കോവയ്ക്ക കുക്കായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്ക് കോവയ്ക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന്, അതായത് പാകത്തിനാണോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മെഴുക്ക് പുരട്ടി. സാധാരണ ഉഴുന്നുപരിപ്പൊന്നും നമ്മൾ മെഴുക്ക് പുരട്ടിയിൽ ചേർക്കാറില്ല, പക്ഷേ ചേർത്ത് നോക്കൂ കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ് ആ ഉഴുന്നുപരിപ്പ് ഇങ്ങനെ കടിക്കുമ്പോൾ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഈ ഒരു റെസിപ്പി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കോവയ്ക്ക് എടുത്തിട്ടുള്ളൂ, കാരണം മോൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് മാത്രം മതി, അതുകൊണ്ടാണ് കുറച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി. ഏത് ഡിഷാണെങ്കിലും ചൂടോടെ കഴിക്കണം. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ഈ ഒരു മെഴുക്ക് പുരട്ടി കഴിക്കാം കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് കാണണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം. താങ്ക് യു.